അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു അറിവില്ലായ്മയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. അതായത് മരണപ്പെട്ടുപോയ ഭർത്താവിന്റെ മയ്യത്തിനെ ഭാര്യ തൊടലുകൊണ്ട് മയ്യത്തിന്റെ വുളൂ മുറിയുമോ? അതാണ് ചോദ്യം. നമുക്ക് വിശദമായി നോക്കാം. അതായത് ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിനെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒന്ന് കാണണം എന്ന് തോന്നിയാൽ ദൂരെ നിന്നും കാണാനുള്ള ഒരു അവകാശം മാത്രമേ അവിടെ കൂടിയിട്ടുള്ള ആളുകൾ കൊടുക്കാറുള്ളൂ. അവസാനമായി ഒന്ന് സ്പർശിക്കാൻ, ഒന്ന് തൊടാൻ, ഒന്ന് ചുംബനം നൽകാൻ അവിടെയുള്ള ആളുകൾ സമ്മതിക്കാറില്ല. കാരണം എന്താ? മയ്യത്തിന് വുളൂ എടുത്തു കൊടുത്തിട്ടുണ്ട്, ആ വുളൂ മുറിയും എന്നാണ് പറയുന്നത്. എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയുള്ള ഒരു വിഷയം ഇല്ല. അതായത് മരണപ്പെട്ടുപോയ ആ മയ്യത്തിനിക്ക് എടുത്തു കൊടുത്ത വുളൂ ഭാര്യ തൊടലുകൊണ്ട്, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ടാൽ ആ മയ്യത്തിനിക്ക് എടുത്തു കൊടുത്ത വുളൂ ഭർത്താവ് തൊടലുകൊണ്ട് ആ മയ്യത്തിന്റെ വുളൂ മുറിയുന്നില്ല. അതേ സ്ഥാനത്ത് ഈ തൊടുന്ന ആള്, അതായത് ഭാര്യ ഭർത്താവിന്റെ മയ്യത്തിനെയാണ് തൊടുന്നത് എങ്കിൽ ഭാര്യയ്ക്ക് വുളൂ ഉണ്ടെങ്കിൽ ഭാര്യയുടെ വുളൂ മുറിയും, ഈ മയ്യത്തിന്റെ വുളൂ മുറിയില്ല. അതിന് കാരണം എന്താ? ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ദീനിന്റെ ഹുക്കുമ് പോലെയല്ല മരണപ്പെട്ടു പോയ ആളുകൾക്കുള്ള ഹുക്കുമ്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ വുളൂ ഈ ഭാര്യ തൊടലുകൊണ്ട്, അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് തൊടലുകൊണ്ട് മുറിയൂല എന്ന് പറയാൻ കാരണം. ഇനി ഈ വുളൂ എപ്പോഴാണ് മയ്യത്തിനിക്ക് എടുത്തു കൊടുക്കേണ്ടത്? മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുന്നെയാണോ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷമാണോ? ഇത് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുന്നെയാണ്. അതായത് മുമ്പ് വുളൂ എടുത്തു കൊടുത്തതിന് ശേഷമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിച്ചത് കഴിഞ്ഞതിന് ശേഷമല്ല വുളൂ ചെയ്തു കൊടുക്കേണ്ടത്. അതും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി മുതൽ ഇങ്ങനെയുള്ള വിഷയം എവിടെയെങ്കിലും കണ്ടാൽ, അതായത് ഭർത്താവ് മരണപ്പെട്ട് ഭർത്താവിനെ അവസാനമായി പള്ളിയിലേക്കൊന്ന് കൊണ്ടുപോകുമ്പോൾ ഒരു ചുംബനം കൊടുക്കണം എന്ന് ഭാര്യയ്ക്ക് തോന്നിയാൽ ആരും തടസ്സം നിൽക്കരുത്, ആരും എതിര് പറയരുത്. അത് അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മയ്യത്തിന്റെ വുളൂ മുറിയും എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അവരെ ആരും വിലക്കേണ്ടതില്ല. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി നമ്മെ എല്ലാവരെയും അല്ലാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അറിവില്ലാത്ത ആളുകളിലേക്ക് നിങ്ങൾ ഈ അറിവിനെ എത്തിച്ചു കൊടുക്കണം എന്ന് നിങ്ങളോട് വസിയത്ത് പറയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു അറിവില്ലായ്മയാണിത്. അതുകൊണ്ട് എല്ലാവരും പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Ujas Creation YouTube channel. Like, share, comment and subscribe.